ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് 2025 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം, ജനറൽ റീഡിംഗ്. ആൻഡ് അവിടെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് 2025 വേണ്ടിയിട്ട് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ നിങ്ങളുടെ എന്താണ് 2025യുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. 2025 ഓവറോൾ എനർജി സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട്. സ്കോർപ്പിയോയ്ക്ക് ഓവറോൾ എനർജി 8 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, ലീബ്ര എനർജി, ആൻഡ് ഇവിടെ കാണുന്നത് 8 ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണ്? ജനറൽ messages Scorpio ku vendittu 2025 general messages. 5 of cups, 6 of wands, king of cups, 3 of wands. അപ്പോൾ സ്കോർപ്പിയോ ഞാനിവിടെ കാണുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ് ആൻഡ് 8 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ഒരു വർക്ക് ഫോക്കസ്ഡ്, കരിയർ ഫോക്കസ്ഡ് എനർജിയാണ്. നിങ്ങൾ 2025 നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് ഉണ്ടാവും. നിങ്ങൾ സ്റ്റുഡൻസ് ആണ് വെച്ചാൽ നിങ്ങൾ പഠിപ്പിലായിരിക്കും നിങ്ങളുടെ എല്ലാം ഫോക്കസ് ഉണ്ടാവുക, കോൺസെൻട്രേഷൻ ഉണ്ടാവുക. ഇവിടെ ലീബ്രയുടെ എനർജി കാണാണ്ട് ജസ്റ്റിസിൻ്റെ കാർഡ് ഉണ്ട്. അപ്പോൾ ജസ്റ്റിസ് കാർമിക് ജസ്റ്റിസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പേ പാസ്റ്റിൽ ഏത് കാര്യത്തിലാണ് എഫേർട്ട് ഇട്ടുവെച്ചാൽ അതിൻ്റെയൊക്കെ റിവാർഡ്സ് നിങ്ങൾക്ക് ഈ കൊല്ലാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ കരിയറിൽ കുറേ ഹാർഡ് വർക്ക് ഇട്ടു, കുറേ എഫേർട്ട് ഇട്ടു, കുറേ എനർജി ഇട്ടു. അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് റിവാർഡ്സ് ഈ കൊല്ലാണ് കിട്ടാൻ പോണത്. റിലേഷൻഷിപ്പിലും ഞാൻ കാണുന്നത് എന്തോ ഒരു കാർമിക് ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. ഇല്ലാച്ച ഒരു ബാലൻസ് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ. പേഴ്സണൽ ലൈഫിലും നിങ്ങൾ ആർക്കോ ഹെൽപ്പ് ചെയ്തു കുറേ, അതിൻ്റെയൊക്കെ നല്ല റിവാർഡ്സ് നിങ്ങൾക്ക് ഈ കൊല്ലാണ് കിട്ടാൻ പോണത്. 8 ഓഫ് സോഡ്സ് ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ചില മോമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അങ്ങനത്തെ ഒരു മോമെന്റ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു മോമെന്റ് ആയിരിക്കും അത്. പക്ഷെ ആ സ്റ്റാഗ്നേഷനിൽ നിങ്ങൾ പുറത്തു വരും. ഓക്കെ, ഇതൊരു ടെമ്പററി ഫേസ് ആണ്. ലീഗൽ സിറ്റുവേഷനിൽ നിങ്ങളാണ് വെച്ചാൽ അതിലും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഞാൻ കാണുന്നത് 2025. അപ്പോൾ ജനറൽ മെസ്സേജസിൽ 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ആദ്യത്തെ കാർഡ്. 5 ഓഫ് കപ്സ് പാസ്റ്റിനെ കുറിച്ച് വിചാരിച്ചിട്ട് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ഉണ്ടാവുക, അതിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ ചില ഓപ്പർച്യൂണിറ്റീസൊക്കെ മിസ് ഔട്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഏതോ ഒരു പാസ്റ്റ് പേഴ്സണിനെ മിസ് ചെയ്യുന്നുണ്ടാവും. ഇല്ലാച്ച നിങ്ങൾക്ക് എന്തോ കാര്യം വർക്കൗട്ട് ചെയ്തില്ല, അതിൻ്റെ ഒരു ഗിൽട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ പാസ്റ്റിനെ കുറിച്ച് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇത് ശരിയായില്ല, അത് ശരിയായില്ല പറഞ്ഞാൽ വിഷമം, അതിൻ്റെ കാരണം ഒരു വിഷമമുണ്ട്. പക്ഷെ അതിന് മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത്. 6 ഓഫ് വാൻഡ്സ് ഇവിടെ ഫെയിം ആൻഡ് പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ 2025 നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാണ്. കുറേ ഫെയിം വരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ വർക്കിന്, ജോലിക്കൊക്കെ റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കരിയറിനും ഒരു നല്ല മാതിരി ഒരു ബൂസ്റ്റ് ഉണ്ട് ഈ കൊല്ലം. കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ തന്നെ എനർജിയാണ്. അപ്പോൾ ഇമോഷണലിയും ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ടൈമാണ്. ഇമോഷണൽ കണക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്, പേഴ്സണൽ റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട്
ത്രീ ഓഫ് വാൻസ് ഒരു പേഷ്യൻസിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി 2024 നിങ്ങൾ കുറേ കാര്യത്തിൽ നിങ്ങളുടെ എഫേർട്ടും എനർജി ഇട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെയൊക്കെ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടണ ഈ കൊല്ലാണ്. അപ്പോൾ അതിൻ്റെ ആ റിവാർഡ്സിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്തു, ആൻഡ് ഈ കൊല്ലം നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം കിട്ടും. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോക്കാം എന്താണ് മെസ്സേജസിന്. റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്കോർപിയോക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് 2025 മെസ്സേജ്. 7 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ, എംപ്രസ് ഉണ്ട് ഇവിടെ, ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. അപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് ഞാൻ കാണുന്നത് കുറേ ഒരു ഡിസ്ട്രാക്റ്റഡ് എനർജിയാണ്. ഇത് സിംഗിൾസ് ആണ് വെച്ചാൽ, നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ലവിൽ. അത് മാത്രമല്ല, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, കമ്മിറ്റഡ് ആണ്, മാരീഡ് ആണ് വെച്ചാൽ ഇത് ടെംപ്ടേഷൻസും ആവാം. അപ്പോൾ വേറെ ആൾക്കാരുടെ കൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക, വേറെ അഫെയർസ് ഉണ്ടാവുക, അതിൻ്റെ ടെംപ്ടേഷൻ അതും ആയിരിക്കാം ഈ 7 ഓഫ് കപ്സ് റിപ്രസെൻറ്റ് ചെയ്യണത്. ഇവിടെ ഞാനൊരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്, ഒരു സ്റ്റേബിൾ ന്യൂ ഓഫർ കാണുന്നുണ്ട്. ഇതൊരു ലവ് ഓഫർ ആയിരിക്കാം, ഇല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓഫർ ആയിരിക്കാം. പക്ഷേ ഇത് ഞാൻ കാണുന്നത് കുറേ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ പ്രഗ്നൻറ്റ് ആവാനുള്ള ട്രൈ ചെയ്യേണ്ട വെച്ചാൽ ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സമയമാണ് ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ. ഇവിടെ പ്രഗ്നൻസിയുടെ ചാൻസസ് ഹൈ ആണ്. ഇത് അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയും ആവാം. നിങ്ങൾ ഓൾറെഡി കുട്ടികളൊക്കെ നിങ്ങളുടെ ഉണ്ട് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് അവരുടെ കൂടെ കുറച്ചുകൂടിയും സമയം സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. ഇതിൻ്റെ മുമ്പേ അത്ര സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായില്ല മേ ബി, പക്ഷേ ഈ കൊല്ലം നിങ്ങൾ അവരുടെ കൂടെ കുറേ ബോണ്ടിങ്ങും ഉണ്ടാവും, നല്ല സമയം സ്പെൻഡ് ചെയ്യും. വീൽ ഓഫ് ഫോർച്യൂൺ പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ട് ഒരു നല്ല സമയം വരണ ഇൻഡിക്കേഷനാണ്, ഗുഡ് ലക്കിൻ്റെ സമയമാണ്. എല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിലാണ് നടക്കുക. അപ്പോൾ പേഴ്സണലി ഈ കൊല്ലം നിങ്ങൾക്ക് നല്ല ഫേവറബിൾ സമയമാണ്. അപ്പോൾ കരിയർ വൈസ് എന്താണ് നിങ്ങളുടെ മെസ്സേജ്? കരിയറിൽ 3 ഉണ്ട്, പേജ് ഓഫ് സ്വേർഡ്സ് ഉണ്ട് ഇവിടെ, magician and 2 of wands. അപ്പോൾ കരിയറിൽ ഞാൻ കാണുന്നത് ചില ഹിഡൻ ഫാക്ടേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലിനെ കുറിച്ച്, ബിസിനസ്സിൽ. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ജോലി ജോയിൻ ചെയ്യുന്നുണ്ട്, ഇല്ല ഒരു പുതിയ ബിസിനസ് ജോയിൻ ചെയ്യുന്നുണ്ട്, ഇല്ല ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്, ഇല്ല എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായാലും സൂക്ഷിച്ചു വേണം ഡിസിഷൻ എടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ചൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഞാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല ചില കാര്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഹിഡൻ ആണ്. അപ്പോൾ അത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിയാവില്ല. പറഞ്ഞാൽ അത് നിങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത് പോവും, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്ന എനർജിയാണ് ഇത്. അപ്പം എല്ലാം കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിക്കും വായിച്ചിട്ട് വേണം സൈൻ ചെയ്യുക. ഒന്നും അറിയാണ്ട് കമ്മിറ്റ് ചെയ്യരുത്. എന്തെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ഇല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ട വെച്ചാൽ അതിനെ കുറിച്ച് പ്രോപ്പർലി റീസേർച്ച് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. പേജ് സോഴ്സ് ഇവിടെ ഇൻഫർമേഷൻ കളക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നല്ലപോലെ റിസർച്ച് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒന്നും അറിയാണ്ട് നിങ്ങൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്താൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. മെജിഷ്യൻ ആൻഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത് നല്ല സമയമാണ്. ഓക്കെ, ഇവിടെ പഠിപ്പിന് വേണ്ടിയിട്ട് നല്ല ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി പഠിക്കണം, കോഴ്സ് ജോയിൻ ചെയ്യണം, ഫർദർ സ്റ്റഡീസ് ചെയ്യണം, അതിനൊക്കെ നല്ല സമയമാണ്. മെജിഷ്യൻ ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കുറേ സെൽഫ് ബിലീഫ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്, ആൻഡ് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ആക്ഷൻ എടുക്കുമ്പോഴും നല്ലോണം പ്ലാൻ ചെയ്ത് വേണം ആക്ഷൻ എടുക്കുക. ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ട് വേണം ആക്ഷൻ എടുക്കുക. ഇവിടെ
ഒരു പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ്ങിന്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ കൊല്ലം ഫ്യൂച്ചർ വൈസ് പ്ലാനിങ് ചെയ്യുക. നിങ്ങളുടെ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് 10 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഏത് കരിയറിലാണ് സെറ്റിൽ ആവേണ്ടത്, ഏത് കൺട്രിയിൽ വേറെ പുറമെ പോവാണോ ഇവിടെയാണോ ജോലി ചെയ്യേണ്ടത്, അതൊക്കെ നല്ല പോലെ ആലോചിച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാനിങ് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചാലഞ്ച്? 2025 challenge, 8 of cups, 3 of cups, 10 of wands, emperor. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ് 8 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ്. ഏതോ ഒരു സിറ്റുവേഷന്, ഏതോ ഒരു പേഴ്സണിന് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യണു, ഡിസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട് നിങ്ങളുടെയും ഈ പേഴ്സണിൻ്റെ ഇടയ്ക്ക്. ചില ജോബ് കാര്യത്തിലും നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കണം എന്നുണ്ട്. അപ്പോൾ ഒരു ജനറൽ സെൻസ് ഓഫ് പറഞ്ഞ ഒരു ഡിസ്കണ്ടന്റ്, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങൾ ഇതുകാട്ടിലും നല്ലതായി ഡിസേർവ് ചെയ്യേണ്ടെന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങും 2025. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അതൊക്കെ കുറച്ചൊരു ചാലഞ്ച് ആവാം. ഫ്രണ്ട്സിൻ്റെ കൂടെ റിലേഷൻഷിപ്പ് ചാലഞ്ച് ആവാം. വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിഹേവിയർ അതൊക്കെ കുറച്ച് ചാലഞ്ചിങ് ആവാൻ വഴിയുണ്ട് ഈ കൊല്ലം. 10 ഓഫ് വാൻഡ്സ് പാസ്റ്റ് ബാഗേജ് ആണ്. ഇതിനെ റിലീസ് ചെയ്യാനുള്ള സമയമായിരിക്കണു, പക്ഷെ അത് റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് ചാലഞ്ചായി തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കുറേ ആയി ഈ ബാഗേജിനെ കൊണ്ടുപോകണു. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും വലിയ ചാലഞ്ച്. ഇതിനെ റിലീസ് ചെയ്ത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവുക. ആൻഡ് എംപ്രർ ഏരീസ് എനർജി. എംപ്രർ ഒരു ബോസിന്റെ എനർജി ആവാം, ഇല്ല ഒരു എൽഡർലി പേഴ്സന്റെ എനർജി ആവാം ഫാമിലിയിൽ. ഈ പേഴ്സന്റെ കൂടിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ ചാലഞ്ചിങ് ആവാൻ വഴിയുണ്ട്. ഇത് നിങ്ങളുടെ ഫാദറും ആവാം. ഓക്കെ, ഒരു ഫാദർ ഫിഗർ ഇല്ല, മെയിൽ ഫിഗർ ആണ് ഇത്. പക്ഷെ കുറെ കൂടിയും ഒരു എൽഡർലി പേഴ്സൺ ഇല്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ഉള്ള പേഴ്സണിന്റെ എനർജിയാണ് എംപ്രർ. പിന്നെ ഈ പേഴ്സൺ എംപ്രർ ഒരു സ്ട്രക്ചർഡ് എനർജിയും ആണ്, ഡിസിപ്ലിൻഡ് എനർജിയാണ്. അപ്പോൾ ചില കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഡിസിപ്ലിൻ സ്ട്രക്ചർ ഫോളോ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ആയിരിക്കാം. അപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ്, 5 of pentacles, 6 of swords, and 9 of cups. അപ്പോൾ ഇവിടെ അഡ്വൈസ് ഞാൻ കാണുന്നത് പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ്. റിലേഷൻഷിപ്പ് വൈസ് ഇല്ല ഫ്രണ്ട്ഷിപ്പ് വൈസ് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവേണ്ട ആവശ്യമുണ്ട്. കുറച്ചുകൂടിയും ഒരു ന്യൂ ബിഗിനിങ് ഞാനിവിടെ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓപ്പൺ ആവുക, ന്യൂ ബിഗിനിങ്സിനെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ കുറേ പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട്. എന്തെങ്കിലും ഹോബി ഉണ്ട് വെച്ചാൽ അതിനെ പെർസ്യൂ ചെയ്യുക. 5 of Pentacles ഒരു ലോസിന്റെ എനർജിയാണ്, ഒരു വിക്ടിം മെന്റാലിറ്റിയുടെ എനർജിയാണ്. അതിന്ന് പുറത്തു വരിക എന്നാ വെച്ചാൽ നിങ്ങൾ ഹെൽപ്ലെസ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് എബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ 2025. അതിന്ന് പുറത്തു വരിക. 6 of Swords ഡിഫിക്കൽട്ടീസിന് മുമ്പോട്ട് പോകാനുള്ള എനർജിയാണ്. അപ്പോൾ ചില ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ അതിന് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്, സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിൽ പോകാനാണ് പറയണത്. ആൻഡ് 9 of Cups ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിഷസ് ചിലതൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഹോപ്പ് വയ്ക്കുക. എല്ലാം കാര്യങ്ങൾ നെഗറ്റീവ് ആവണം എന്ന് തന്നെ ഇല്ല, കുറേ കാര്യങ്ങൾ പോസിറ്റീവും ഉണ്ട് നിങ്ങളുടെ 2025. അപ്പോൾ പോസിറ്റീവ് കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, നെഗറ്റീവ് കാര്യത്തിന് അതിനൊക്കെ ഇഗ്നോർ ചെയ്യുക, ഓർ എൽസ് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഔട്ട്കം 2025? ഔട്ട്കം ചാരിയറ്റ്, ട്രാവൽഡ് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു പാസ്റ്റ് പേഴ്സൺ ഇവിടെ തിരിച്ചു വരാൻ പോണ എനർജി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ പാസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു എക്സ് തന്നെ ആവണം എന്നില്ല, ഒരു ഫ്രണ്ട് ആവാം, ഇല്ല ഏതെങ്കിലും ഒരു പാസ്റ്റ് മെമ്മറി ആയിരിക്കാം,
നിങ്ങൾ കുറേ നൊസ്റ്റാൾജിക് ആയിരിക്കാം ഈ കൊല്ലം, കുറേ പാസ്റ്റ് ആൾക്കാരെ മിസ് ചെയ്യണ എനർജി ആവാം. 5 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു ക്ലാഷ്, കോൺഫ്ലിക്ട്, കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇത് ജോലിയുടെ കാര്യത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയും ആവാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ കുറേ സക്സസ്സും ഉണ്ട്. ട്രാവൽ സക്സസ്, ഫോർവേഡ് മൂവ്മെൻറ്റ്, അതും കാണാണ്ട് ഇവിടെ 2025. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ്, 2025 ഒറക്കിൾ മെസ്സേജ്? സോൾ ഗ്രൂപ്പ്സ് ആൻഡ് അബണ്ടൻസ്. ഇത് ആദ്യം ഒരു റിപ്പീറ്റ് കാർഡാണ്. അപ്പം ഞാൻ ഷഫിൾ ചെയ്യാം ആദ്യം. അപ്പോൾ ഇവിടെ ലവ്, ട്രാവൽ, ഹ്യൂമർ, വൈറ്റാലിറ്റി. അപ്പോൾ സോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൊല്ലം കുറേ നിങ്ങളുടെ മാതിരി, നിങ്ങളുടെ സിമിലർ ആയി സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അവരുടെ കൂടെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് കണക്ഷനാണ് ഫീൽ ചെയ്യണത്. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അവരുടെ കൂടെ ഒരു കണക്ഷൻ വെക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ സോൾ കണക്ഷൻസ് ആണ് നിങ്ങളുടെ. ആൻഡ് ഇത് റൊമാൻറ്റിക് ആവണം എന്നില്ല, ഫ്രണ്ട്സ് ആവാം, സിബ്ലിങ്സ് ആവാം, കസിൻസ് ആവാം. ആൻഡ് അത് മാത്രമല്ല ഇവിടെ ലവ്, ട്രാവൽ, ഹാർമണി, വൈറ്റാലിറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ തീംസ് ആണ് നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ട്. ലവ്, ട്രാവൽ, ഹ്യൂമർ ആൻഡ് വൈറ്റാലിറ്റി. കളർ ഗ്രീൻ ഇവിടെ കുറേ ലക്കി ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.